നമ്മുടെ വണ്ടി മൊത്തം കച്ചറയാണ്. അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്യും. അപ്പോൾ ഇവിടെ വാഷ് ചെയ്ത് തരാനൊന്നും ആരുമില്ല, നമ്മൾ തന്നെ വാഷ് ചെയ്തോണം. ഇവിടെ യൂറോപ്പിൽ അങ്ങനെയാണ്, നമ്മൾ തന്നെ വാഷ് ചെയ്തോണം. ഇഷ്ടമുള്ള അത്രയും വാഷ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്കിപ്പം ഇവിടുന്ന് ടോക്കൺ എടുക്കണം. അതായത് നമ്മൾ ഇവിടെ ATM പോലെ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ടോക്കൺ എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ടോക്കൺ എടുക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ അടിച്ചു, ബൈ ടോക്കൺ അടിച്ചു. അപ്പോൾ കാർഡ്, റെസിപ്റ്റ്, 5 ടോക്കൺ 10 യൂറോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ടോക്കൺ വരുന്നുണ്ട്. ഇവിടെയാണ് ടോക്കൺ വരുന്നത്. അതായത് ടോക്കൺ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. 1 2 3 4 5 ടോക്കൺ. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് ബില്ലുണ്ട്. ഇങ്ങനെയാണ് സാധനം വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ പഴയ ടോക്കൺ ഉണ്ടാവും, അത് നമുക്ക് ഉപയോഗിക്കാം. വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് വാക്വം ചെയ്യാനും പിന്നെ വണ്ടിക്കകത്ത് പെർഫ്യൂം അടിക്കാനും ഒക്കെ നമുക്ക് ഈ ടോക്കൺ ഉപയോഗിക്കാം. അപ്പം നമുക്ക് കഴിവുന്നട കാണിച്ചാൽ നമുക്ക് വാഷ് ചെയ്യാൻ നോക്കാം. അപ്പം ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ കോയിൻ. ഈ കോയിൻ ഇതുവഴി ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക്, ഇത് പതയാണ്, ഇതങ്ങോട്ട് തിരിച്ചു വെക്കുക. 20 സെക്കൻഡ് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ ഇത് പതയും വെള്ളമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സംഭവമാണ്. അതിങ്ങനെ വണ്ടി ഫുള്ളടിക്കുക. നമുക്ക് 13 സെക്കൻഡ് കൂടെ ഉണ്ട്. ഇനി പിടിക്കാം. ഈ സംഭവമൊക്കെ ഇങ്ങനെ കറങ്ങി വന്നോളൂ, നമ്മളിങ്ങനെ നടന്നാൽ മതി. അപ്പോൾ നമുക്ക് 8 സെക്കൻഡ് കൊണ്ടുണ്ട്. അത് വേണമെങ്കിൽ നിർത്താം. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, മതി. അപ്പോൾ നമുക്ക് 7 സെക്കൻഡ് ഉണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് തേച്ചൊരച്ച് ഒന്ന് അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വാഷ് ചെയ്യാം. നമുക്ക് വെള്ളം എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അവിടെ ബ്രഷ് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ ഇവന്മാർ വലിയൊരു ചതിയ ചെയ്തേ. ഇവിടെ മാത്രമേ ബ്രഷ് ഉള്ളൂ, അകത്ത് ബ്രഷ് ഇല്ല. അത് ബ്രഷ് മാറ്റി വെള്ളം അടിച്ച് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി കഴുകുവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത കോയിൻ ഇടാം. അടുത്ത കോയിനായിട്ട് അടുത്ത സെഷനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത വാട്ടർ വന്ന് നമ്മൾ നല്ല ഫ്ലോറാണ്. അപ്പോൾ തീർന്നു. 20 സെക്കൻഡാണ്. നമുക്ക് ഇനി നമുക്കിത് മതിയെങ്കിൽ ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈനൽ പരിപാടിയുണ്ട്. അതായത് ഫൈനല് നമുക്ക് ഹോട്ട് വാട്ടറിൽ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ലാസ്റ്റ് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഹോട്ട് വാട്ടറിൽ ചെയ്യുന്നില്ല, വെറുതെ നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ.
വണ്ടി ക്ലീനായി നീറ്റായി കണ്ടോ, പുത്തൻ വണ്ടി പോലെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കമ്പനി വണ്ടിയാണ്, നമ്മുടെ പേഴ്സണൽ വണ്ടിയല്ല. എങ്കിലും നല്ല വൃത്തിയായിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോയിൻ ബാക്കിയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ബാക്കിയുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, വണ്ടി വാക്വം ചെയ്യാം. പിന്നെ നമുക്ക് പെർഫ്യൂം വേണമെങ്കിൽ വണ്ടിക്കകത്ത് നല്ല സൂപ്പർ പെർഫ്യൂമാണ്. 4 മിനിറ്റിന് 1 രൂപ. 1 രൂപ മീൻസ് 1 യൂറോ ആണ്. 8 മിനിറ്റിന് 2 യൂറോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ അതേമാതിരി നല്ലത് പെർഫ്യൂം നല്ല സൂപ്പർ പെർഫ്യൂമാണ് കേട്ടോ, അടിപൊളി പെർഫ്യൂം, നല്ല സൂപ്പർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ സ്വന്തമായി ചെയ്തോണം. ഇവിടെ ആരുമില്ല നമുക്ക് വേണ്ടിയിട്ട് വണ്ടി വാഷ് ചെയ്ത് തരാനോ നമുക്ക് വണ്ടി വാക്വം ചെയ്യാനോ ആരുമില്ല. ഇതൊക്കെ നമ്മുടെ കേരളത്തിലും നമുക്ക് സിറ്റി ഏരിയകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നമ്മളിപ്പം നോക്കുമ്പോൾ 10 യൂറോ നമുക്കായി. 10 യൂറോയ്ക്കകത്ത് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വരുമ്പോൾ ഒരു 900 രൂപ ഇന്ത്യൻ മണി നമുക്കായിട്ടുണ്ട്. അതേസമയം ഞങ്ങൾ ഇതിനു മുൻപ് പോളണ്ടിലുള്ളപ്പം അവിടെ ഈ സിസ്റ്റം ഉണ്ട്. പോളണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്യണമെങ്കിൽ 5 സ്ലോട്ടിയാണ് വരുന്നത്. അപ്പോൾ 5 സ്ലോട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി 100 രൂപയെ ഇന്ത്യൻ മണി വരുത്തുള്ളൂ. ഇതിപ്പോൾ യൂറോയിലായതുകൊണ്ട് നമ്മൾ ഇവിടെ 10 യൂറോ നമ്മൾ ഇടുമ്പോൾ നമ്മൾ 10 രൂപ ഇപ്പോൾ ഒരു 90 രൂപയുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 900 രൂപ വരുന്നുണ്ട്. അതാണ് വ്യത്യാസം, ഓരോ രാജ്യത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പം പോളണ്ടിൽ നോക്കുമ്പോൾ 100 രൂപയെ വരുന്നുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ, ഒരു 100 രൂപ വെച്ചാൽ പോലും എന്ത് ലാഭമാണ്. ഇപ്പോൾ ഒരു വണ്ടി വാഷ് ചെയ്ത് ഇറക്കണമെങ്കിൽ 450 രൂപ കൊടുക്കണ്ടേ നാട്ടിൽ, 450-500 രൂപ കൊടുക്കണം നോർമൽ വാഷിന് തന്നെ. അപ്പം നമുക്കൊരു 100 രൂപയ്ക്ക് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് പോകാം. കാരണം വേറെ ജോലിക്കാർ വേണ്ട, ആരും വേണ്ട, ഫുള്ള് CCTV ക്യാമറ വെച്ചിട്ട് സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.